ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഈ ആഴ്ച മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും ഉൾപ്പെടെ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമകളുടെയും സീരീസുകളുടെയും അഭിപ്രായങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇന്നലെ ഫെബ്രുവരി 27 തിയേറ്ററുകളിലേക്ക് എത്തിയ ഏറ്റവും പുതിയ മലയാളം സിനിമയാണല്ലോ മച്ചാന്റെ മാലാഖ. സൗബിൻ നായകനെത്തിയ നമിത പ്രമോദ് നായികവേഷത്തിലെത്തിയ ബോബൻ സാമുവൽ സംവിധാനം ചെയ്ത സിനിമയ്ക്ക് നെഗറ്റീവ് അഭിപ്രായമാണ് ആദ്യ ദിവസം തന്നെ ലഭ്യമായിരിക്കുന്നത്. ധ്യാൻ ശ്രീനിവാസൻ കൂടി ഗസ്റ്റ് കാമിയോ റോളിലെത്തിയ സിനിമ കൂടി ചിത്രത്തെക്കുറിച്ച് പ്രധാനപ്പെട്ട ഒരു പോയിന്റായിട്ട് വരുന്നത് ഔട്ട്ഡേറ്റഡ് സിനിമ എന്നൊരു അഭിപ്രായം തന്നെയാണ്. എന്തായാലും സിനിമയുടെ ബോക്സ് ഓഫീസുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കേട്ട് കാത്തിരിക്കൂ. ഇന്ന് ധ്യാൻ ശ്രീനിവാസൻ നായകനെ എത്തിയ കഥ എഴുതി ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിരുന്നല്ലോ. ആപ് കൈസേ ഹോ എന്ന സിനിമയാണത്. സിനിമയുടെ അഭിപ്രായം നമ്മുടെ മറ്റ് ചാനലിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. മച്ചാന്റെ മാലാഖ സിനിമയുടെ അതേ അഭിപ്രായം തന്നെയാണ് ഈ സിനിമയും നേടിയെടുത്തിരിക്കുന്നത്. ഔട്ട്ഡേറ്റഡ് തിരക്കഥയുമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ ഔട്ട്ഡേറ്റഡ് സിനിമ എന്നൊരു അഭിപ്രായമാണ് നിരൂപകരിൽ നിന്ന് ആപ് കൈസേ ഹോ നേടിയെടുത്തിരിക്കുന്നത്. ഇന്ന് റിലീസ് ചെയ്ത സീരീസുകളിലേക്ക് വരികയാണെങ്കിൽ തമിഴിൽ നിന്നും സുഴൽ എന്നൊരു സീരീസ് OTT റിലീസാക്കപ്പെട്ടിരിക്കുകയാണ്. സീരീസിന്റെ രണ്ടാമത്തെ സീസണാണ് ഇപ്പോൾ റിലീസാക്കപ്പെട്ടിരിക്കുന്നത്. ആമസോൺ പ്രൈമിലൂടെ പാനിന്ത്യൻ ഭാഷകളിൽ റിലീസ് ചെയ്ത സീരീസിന് 8 എപ്പിസോഡുകളുണ്ട്. 50 മിനിറ്റാണ് ആവറേജ് ഡ്യൂറേഷൻ. സീരീസിനെ കുറിച്ച് വരുന്ന അഭിപ്രായം പ്രകാരം ആദ്യ 5 എപ്പിസോഡുകൾ വളരെ മികച്ചു നിൽക്കുന്നു എന്നൊരു അഭിപ്രായം നേടിയെടുത്ത സീരീസിന്റെ അവസാനത്തെ 3 എപ്പിസോഡുകൾ താഴെ പൊരിക്കുകയാണ്. അങ്ങനെ ആകെ മൊത്തത്തിൽ ആവറേജ് ഡീസന്റ് അഭിപ്രായങ്ങളാണ് ത്രില്ലർ സീരീസ് നേടിയെടുത്തിരിക്കുന്നത്. തമിഴിൽ നിന്നും ഇന്നൊരു ഹൊറർ ത്രില്ലർ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് അഗാധി എന്ന സിനിമയാണ്. ജീവ, അർജുൻ, റാഷി ഖന്ന തുടങ്ങിയവരൊക്കെ അഭിനയിച്ച ഈ ഹൊറർ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽ പെടുന്ന സിനിമയ്ക്ക് മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായങ്ങളാണ് കൂടുതലായിട്ട് നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. നല്ല അഭിപ്രായങ്ങളോടൊപ്പം തന്നെ ബിലോ ആവറേജ് അഭിപ്രായങ്ങളും സിനിമ നേടിയെടുക്കുന്നുണ്ട്. ട്വിസ്റ്റ് അടക്കമുള്ള സിനിമ കൂടിയാണ് ഈ ഹൊറർ ത്രില്ലർ സിനിമ കൂടിയ അഗാധിയ. സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾ കേട്ട് കാത്തിരിക്കൂ. അവസാനത്തേത് മലയാളത്തിൽ നിന്നും ഇന്ന് OTT റിലീസാക്കപ്പെട്ട ജിയോ ഹോട്ട്സ്റ്റാർ സീരീസിന്റെ അപ്ഡേറ്റ് ആണ്. ലവ് അണ്ടർ കൺസ്ട്രക്ഷൻ എന്നാണ് സീരീസിന്റെ പേര്. നമ്മുടെ രണ്ടാമത്തെ ചാനലിലൂടെ അറിയിച്ചതുപോലെ ഡീസന്റ് ആവറേജ് പോസിറ്റീവ് അഭിപ്രായങ്ങളെല്ലാം തന്നെയാണ് ആ സീരീസ് നേടിയെടുത്തിരിക്കുന്നത്. ആദ്യം ഒന്ന് ബോറടിച്ച് തുടങ്ങുമെങ്കിൽ പോലും പിന്നീട് എൻഗേജിങ് ആകുന്ന ഒരു കോമഡി എന്റർടൈനർ ഫീൽ ഗുഡ് സീരീസ് ആയിട്ട് ഈ സീരീസ് മാറുന്നു എന്നാണ് പ്രധാനപ്പെട്ട അഭിപ്രായം. PPL ശേഷം വീണ്ടും അജു വർഗീസിന്റെ മറ്റൊരു സീരീസിലെ പ്രകടനം മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുക്കുന്നുവെന്ന അഭിപ്രായങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നു. ഗൗരി കിഷൻ, നീരജ് മാധവ് തുടങ്ങിയവർ കൂടി ഈ സീരീസിന്റെ ഭാഗമാണ്. അപ്പോൾ ഹോട്ട്സ്റ്റാറിന്റെ അടുത്തൊരു നല്ലൊരു സീരീസ് കൂടി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 7 ഇന്ത്യൻ ഭാഷകളിൽ സീരീസ് ലഭ്യമാണ്. കാത്തിരിക്കൂ കൂടുതൽ ഇതുപോലുള്ള വിവിധ സിനിമാ സീരീസുകളുടെ വാർത്തകൾക്ക്, അഭിപ്രായങ്ങൾ കേട്ട്.